ഫ്രണ്ട്സ്, എല്ലാവർക്കും മജ്ലിസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെജ് പനീർ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. ഇതിൻ്റെ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് വെജ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സ്പ്രിംഗ് റോളിൻ്റെ ഡഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞ് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഓരോ ബൗളാക്കി മാറ്റിയെടുക്കാം. ഇനി ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. ഇനി വീണ്ടും നമുക്കിത് പരത്തിയെടുക്കാനുണ്ട്. അതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ എല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയുടെ മേലെ എണ്ണ തൂക്കി പൊടിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നായിട്ട് വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് രണ്ട് സൈഡ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എല്ലായിടത്തും അതിൻ്റെ ചൂടെത്തുന്ന വിധം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മുടെ ഷീറ്റ് റെഡിയാക്കേണ്ടത്. ഇത് നല്ലോണം തണുത്തിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. ചൂടോടുകൂടി എടുത്തതിനാൽ എൻ്റെ ഷീറ്റൊക്കെ ചില ഭാഗങ്ങളിൽ കട്ടായി വന്നിട്ടുണ്ട്. ഒരുപാട് തണുത്തതിന് ശേഷം നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ മെല്ലെ ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു ഒനിയൻ നീളത്തിൽ ഒരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും ഒരു ക്യാരറ്റ്, ചെറിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും ഒരു 1/2 കപ്പ് ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളാണ്. അതിനുശേഷം ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്പ്രിംഗ് റോൾ പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡും ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഷീറ്റ് എടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് ഒരു പനീർ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടിയും ചാട്ട് മസാലയും സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ 2 വശത്തേക്കും ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ മൈദ മാവ് കൊണ്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ എല്ലാ സ്പ്രിംഗ് റോളും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഈ പനീറിന് പകരം ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ പനീറും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി കിട്ടും. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മയോണൈസിൻ്റെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.